കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിട്ടാണ് വൈകുന്നേരങ്ങളിൽ. ഇന്നിപ്പോൾ രാത്രി ഉണ്ടായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കുഞ്ഞൂസ് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. പിന്നെ നേരെ അവളങ്ങോട്ട് അകത്തിട്ടു. പുറത്തിട്ട ഒരവസ്ഥ നോക്കിയപ്പോൾ ശങ്കരനും പുറത്തേക്ക് പോരണമെന്നാണ്. ഇവരൊന്നും നോക്കില്ല, രണ്ടെണ്ണത്തിനെയും തൂക്കിയെടുത്തിട്ട് അകത്തേക്ക് കണ്ടിട്ട് കേട്ടോ. രണ്ടെണ്ണത്തിനും കയറ്റി കഴിഞ്ഞപ്പോൾ വീട് തല കുത്തനെ ആയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഇവരങ്ങോട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ ഇവരെ ലോകമായി. ഞാനൊന്ന് മാറിയിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മാറിയിരിക്കുകയാണെങ്കിൽ പോലും എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവരുടെ അടുത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവട്ടെ കൂടുതൽ സമയങ്ങളിലും. പിന്നെ ഇങ്ങനെ ഇവരങ്ങോട്ട് അഴിച്ചു വിടുന്ന സമയത്ത് ഞാൻ ഇടയിലൊന്നും കയറി പോകാറില്ല. കാരണം നമ്മൾ ശങ്കരിക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വിട്ട് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു ഓട്ടമുണ്ട്. ശങ്കരൻ്റെ കൂടെ ശങ്കരൻ അങ്ങോട്ട് എത്തൂല. ശങ്കരനെ റെസ്റ്റ് എടുക്കാനോ നമ്മളെ ശങ്കരനെ അങ്ങോട്ട് സമ്മതിക്കില്ല. അതുകൊണ്ട് ഡെയിലി ഇതുപോലത്തെ കുറച്ച് സമയം കളി ടൈം അവർക്ക് കിട്ടുമ്പോൾ അവരവരുടേതായ രീതിയിൽ അങ്ങോട്ട് കളിച്ചു തുടങ്ങും കേട്ടോ. കളീൻ്റെ ഇടയിലും ഇവരുടെ അടി ഉണ്ടല്ലോ, അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാതെന്ന് വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ പറയാം. ശങ്കരനാണ് ഏതോന് പോകുന്നതെന്നുണ്ടെങ്കിൽ പോലും അവൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ അടി മേടിച്ച് വരുന്ന ഒരാളൊന്നും കൂടി എടുത്ത് പറയണ്ട കേട്ടോ. അവസാനം വരെ അവൾ ശ്രമിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ അവൾ നേരെ അവൻ്റെ മേലിട്ടിട്ട് കമന്നട് കിടക്കും. പിന്നെ അവനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അവൻ്റെ നെറ്റിയബിലും കാതുബിലൊക്കെ രോമം പോയിട്ടുണ്ട്. ഈ പെണ്ണ് കാട്ടിയ പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ അധിക സമയങ്ങളിൽ വരെ രണ്ടുപേരെ രണ്ട് കൂട്ടിലൊക്കെ ആയിട്ട് ഇടാറുള്ളത്. ഇപ്പം മേട്ടൂൻ്റെ കൂട്ടിലായിരുന്നു രണ്ടുപേര് ഇട്ടിട്ടുണ്ടായിരുന്നത്. അടി കൂടുതലായപ്പോൾ ഇപ്പം ഞാൻ സമയങ്ങളിൽ കൂടുതൽ രണ്ടാരും സെപ്പറേറ്റ് ആക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇവരെ പുറത്തിറക്കുമ്പോൾ ഓരോരുത്തരായിട്ട് കുറച്ച് സമയങ്ങളിൽ എൻ്റെ കൂടെ ചിലവഴിപ്പിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ശങ്കരൻ വരുന്ന സമയങ്ങളിൽ കയറുന്ന സ്പോട്ടാണ് നിങ്ങൾ ഈ കാണുന്ന സ്റ്റെപ്പ്. പക്ഷെ നമ്മളെ ശങ്കരൻ കുഞ്ഞൂസൊന്നും നമ്മൾ കയറി നോക്കാറൊന്നുമില്ല കേട്ടോ. ഇവരാണെങ്കിലോ ഈ വീടിൻ്റെ മുക്ക് മൂലം അറിഞ്ഞേ പറ്റൂ, അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്നുള്ളൊരു ഭാവത്തിലുള്ള ഒരു അന്വേഷണത്തിൽ തന്നെ ആയിരിക്കും എപ്പോഴും നടക്കുന്നുണ്ടാവുക. ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ ശങ്കരി റെസ്റ്റ് എടുക്കുന്നു, അതും പോയിട്ട് അവൻ ഇല്ലാണ്ടാക്കിയിട്ട് വീണ്ടും അവരുടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവരായിട്ടുള്ള ഒരു ലോകം എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണ്. ഒരാളുടെ കുറവ് നന്നായിട്ടുണ്ട് എന്നറിയാം. അധികം വൈകാതെ അവനും വരും കേട്ടോ ഈ കൂട്ടത്തേക്ക്.